ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട്സ് സോങ്സ് ഇതിപ്പോൾ ഇന്നത്തെ ജനറേഷൻ്റെ ഇടയിൽ കണ്ടുവരുന്നൊരു ഇത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഇതെന്താ സംഭവം? ഷഹബാസ് ഇപ്പോൾ ഈ ചോദിച്ച ഈ ഒരു വിഷയം ബ്രെയിൻ റോട്ട് എന്നുള്ളത് ശരിക്ക് ആ ഒരു ടേം തന്നെ നമ്മൾ കൂടുതൽ ധാരാളമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഷഹബാസിനറിയോ, ഈ 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് അവരുടെ വേർഡ് ഓഫ് ദി ഇയർ എന്നുള്ള നിലക്ക് തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നുള്ള ഒരു വേർഡായിരുന്നു, ടേമായിരുന്നു. അത്രത്തോളം അത് ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷൻ ആൽഫയിലുള്ള കുട്ടികൾ പലപ്പോഴും ഈ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സിനെ വല്ലാതെ അനുകരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു അതിനെങ്ങനെ ഫോളോ ചെയ്ത് അത് ധാരാളമായി കണ്ട് വാച്ച് ചെയ്തു പോകുന്നൊരു അവസ്ഥാവിശേഷമുണ്ട്. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു തരം മന്ദഗതി, അതാണ് ശരിക്കും നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തരം മന്ദഗതി. കാരണം റീൽസ് കണ്ട് 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 സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് പോയി 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 ഒരു ഉപകാരവും ഇല്ലാത്ത കുറേ സാധനങ്ങൾ, ചവറ് സാധനങ്ങൾ നമ്മൾ കണ്ട് 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 നമ്മുടെ തലച്ചോറിന് ബാധിക്കുന്ന ഒരു തരം മന്ദഗതിയെ സൂചിപ്പിക്കാനാണ് സാധാരണ ബ്രെയിൻ റോട്ട് എന്ന് പറയാം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന റീല് എന്താണ് ഇതിലെ കണ്ടന്റ് എന്ന് ഒരാൾ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. എന്തിനാണ് ഞാനത് കണ്ടത് അതും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയുള്ള വെറുതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറുക. ഇതിനൊക്കെയാണ് മൊത്തത്തിൽ നമ്മൾ ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയാം. ഇപ്പോൾ പലപ്പോഴും ഒരു മിനിറ്റിൻ്റെ റീല് പോലും നമുക്ക് ശരിയായ രീതിയിൽ കേൾക്കാൻ ആർക്കും സമയമില്ല. അതുപോലും നമ്മൾ ഇൻഡ്യൂ അടിച്ചിട്ട് സ്പീഡിലിട്ടിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മക്കൾക്ക് തീരെ ക്ഷമ എന്ന് പറയുന്നത് ആൽഫ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇല്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുമ എപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ, നമുക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും പരസ്പരം ഒരു ബന്ധമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സാണത്. പരസ്പരം ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്രാവ്, ഒരു ഷാർക്ക് നൈക്കിൻ്റെ ഷൂ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സീഷോറിലൂടെ ഇങ്ങനെ നടക്കുന്നു. അതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ തടി, ഒരു കയ്യും കാലൊക്കെ കയ്യിലൊരു ഹോക്കി സ്റ്റിക്ക് പോലുള്ളൊരു സാധനം, അതിനെ നമ്മൾ പറയുന്ന ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടറാണ്. ദും സഹൂർ എന്നാണ് പറയുക. അതേപോലെ തന്നെ ബമ്പാഡിലോ ക്രൊക്കോഡിലോ, ഇതൊരു ആലിഗേറ്ററാണ്. ആലിഗേറ്ററിൻ്റെ ഒരു ഫേസും അതേപോലെ തന്നെ ഒരു ബോംബർ വിമാനത്തിൻ്റെ ഒരു ബോഡിയാണ് അതിനുള്ളത്. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ബമ്പാഡിലോ ക്രൊക്കോഡിലോ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സോങ് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെയൊക്കെ വായിൽ, പ്രത്യേകിച്ച് ഈ ആൽഫ കിഡ്സിൻ്റെയൊക്കെ വായിൽ ഈ സാധനം ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ വരികൾ എന്താണെന്നുള്ളത് നമ്മൾ പാരൻസ് എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ വരികളൊന്ന് കേട്ട് നോക്കി. ഞാൻ അതിൻ്റെ മീനിങ് ഇവിടെ പറയാം. അതൊരു ഇറ്റാലിയൻ സോങ് ആണ്. ആ ഇറ്റാലിയൻ സോങ്ങിൻ്റെ മീനിങ് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ താഴെ കാണിക്കുന്നത്. നോക്കൂ നിങ്ങൾ. അതിൽ പറയുന്നത് എന്താണ്? ഈ ഒരു ഫ്ലൈയിങ് ആലിഗേറ്റർ ശരിക്കും ഗസയിലെയും ഫിലസ്തീനിലെയും കുട്ടികളുടെ മേലിൽ ബോംബ് വർഷിപ്പിക്കുന്നു. മാത്രവുമല്ല, അത് ഡസൻ ബിലീവ് ഇൻ അള്ളാഹ് ആൻഡ് ലവ് ബോംബ്സ്. ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാണ്. ബൊമ്പാഡിലോ ക്രൊക്കോഡിലോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ബോംബുകൾ ഇഷ്ടപ്പെടുന്നു. കുട്ടികൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല ഇത് ചെല്ലുന്നത്. പാരൻസിനും അറിയില്ല. പ്രത്യക്ഷത്തിൽ മക്കളുടെ കയ്യിൽ നിന്ന് ഇതിന് അഡിക്റ്റായി പോയ കുട്ടികളുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വിഷയം കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഞാനിവിടെ പഠിപ്പിക്കുന്ന മക്കളുടെ അടുത്ത് ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഈ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സ് 206 ക്യാരക്ടറിൻ്റെ പേരും കാണാതെ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. എന്നിട്ട് അവരുടെ ഒരു ഫ്രണ്ട്, ഒരു കുട്ടി 206 ക്യാരക്ടറിൻ്റെ പേര് എഴുതിയിട്ട് അത് കളർ ചെയ്തിട്ട് ഒരു നോട്ട്ബുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത്ര, കാണാതെ പറയുന്ന പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം അവർ ഈ ഫോണിനും ഇങ്ങനത്തെ ഈ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സ് റീൽസിനൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. അത് കാണാതെ കുട്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇത്ര പറയാൻ പ്രയാസമുള്ള ഇങ്ങനത്തെ ടേംസുകൾ, ഈ ദും സഹൂർ, ബമ്പാഡിലോ ക്രൊക്കോഡിലോ, കെപ്പച്ചിനോ അസാസിനോ, ഇങ്ങനത്തെ പേരുകളൊക്കെ കുട്ടിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അത് 206 ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നത് പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? കുട്ടി വളരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ജനറേഷൻ്റെ കൂടെ വളർന്നു കൊടുക്കാൻ, അത് മനസ്സിലാക്കാൻ, ഇവിടെ സംഭവിക്കുന്ന കൾച്ചറൽ ചേഞ്ചുകളെ, സാംസ്കാരികമായ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ, അത് തിരിച്ചറിയാൻ നമ്മൾ സന്നദ്ധ